യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി ദേവനാദം കേട്ടു ആമോദരായി. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും HR ഫാമിലിയിലേക്ക് സ്വാഗതം. മെരി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു. പൊന്നി ഹരിയേട്ടാ, ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ റെഡിയാണോ? ക്രിസ്മസ് അടിച്ചു പൊളിക്കല്ലേ? ഓക്കെ, എങ്കിൽ പിന്നെ ആദ്യം ഒരു പാട്ട് പാടിയാലോ? പാടുവോ? മനുമോന് പാടുവോ? പാടുവോ? യെസ്, ഓക്കെ, വെരി ഗുഡ്. എന്നാ പാടൂ. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കുമെന്ന്. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, പൊന്നോവനെ നിന്നെ കാണാൻ കൊതിച്ചൊരു നാളിൽ, മഞ്ഞു പെയ്യുന്ന താഴ്വരയിൽ ജീവന്റെ കളിയാട്ടമായി. മുത്തേ മുത്തേ ചക്കര മുത്തേ 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 പൊന്നോവനെ കളിയാട്ടമായി. ദൂരെ ദൂരെ നിന്നും താരങ്ങൾ പാടി രാജാതി രാജാവിവൻ, സ്നേഹത്തിൽ ദൂലിക കയ്യിൽ ചലിപ്പിച്ച ദൈവാതി ദൈവമിവൻ. ദൂരെ ദൂരെ നിന്നും താരങ്ങൾ പാടി രാജാതി രാജാവിൻ, ദൂലിക കയ്യിൽ ചലിപ്പിച്ച ദൈവാതി ദൈവമിവൻ. എന്താ പൊന്നൂസുട്ടയുടെ ഒരു പാട്ടല്ലേ? ഓക്കെ, പാടിക്കോളൂ. നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ, നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാൻ, നിഷ്ഫലമാം ജീവിതങ്ങൾ ദിവ്യമായി പേരിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാൻ. നിന്നെ കാണാൻ നിൻ പാദങ്ങൾ പുൽകാൻ, നിൻ കൃപയിൻ ആഴമറിയാൻ. സൂപ്പർ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപ്പാത്തിരുന്നു രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. ദേവനാദം കേട്ടു ആമോദരായി. ഇസ്രായേൽ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമകമാണു ദൈവം.
പരിപാടി എന്താ? അടുത്ത പരിപാടി കേക്ക് കട്ട് ചെയ്യുക എന്നുള്ള പരിപാടി. കേക്ക് കട്ട് ചെയ്യുക. ഓക്കെ, എന്നാ കേക്ക് കട്ട് ചെയ്യല്ലേ? എന്നാ കേക്ക് എടുത്തിട്ട് വരൂ, ഓടിപ്പോയിട്ട് കേക്ക് എടുത്തിട്ട് വരൂ. ആരാണ്? ഓക്കെ. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and Happy New Year. Thank you. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and Happy New Year. Happy Christmas. Happy Christmas. Merry Christmas. Merry Christmas. ഇതാ നിങ്ങൾക്ക്. Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and Happy New Year. നമ്മുടെ ക്രിസ്മസ് കേക്ക് ഇതാ മുറിച്ചിരിക്കുന്നു. നമുക്ക് കഴിച്ചിരിക്കുന്നു. മഞ്ജു, നിന്റെ കുട്ടിക്കാലത്തെ ക്രിസ്മസ് അനുഭവങ്ങളെ പറ്റി ഒന്ന് വിവരിക്കും. കാലത്തെ ക്രിസ്മസ് ഓർമ്മ എന്ന് പറഞ്ഞാല് ചെറിയ കുട്ടിയാവുമ്പോൾ ഒരു 2 ആഴ്ച മുമ്പൊക്കെ തന്നെ ഇങ്ങനെ എന്താ പറയുക, കരോളിൻ്റെ സൗണ്ട് കേൾക്കും, ബാൻഡിൻ്റെയും അതിൻ്റെയൊക്കെ സൗണ്ട് ഇങ്ങനെ ദൂരെ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അത് എന്നാ നമ്മുടെ അവിടെ എത്തുക പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയും എന്നിട്ട് പിന്നെ രാത്രി നമ്മുടെ ആ ഭാഗത്തേക്കൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഇത് ദൂരെ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം എത്തുമല്ലോ പറഞ്ഞിങ്ങനെ കാത്തിങ്ങനെ ഇരിക്കും. പക്ഷെ കുറേ കഴിയുമ്പോൾ ടയർഡായിട്ട് അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇതിങ്ങനെ സൗണ്ട് കേട്ട് ഇങ്ങനെ അങ്ങനെ കിടന്നുറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി 12 മണി 1 മണി ചിലപ്പോൾ 2 മണിക്കൊക്കെ ആയിരിക്കും നമ്മുടെ വീടിൻ്റെ ഏകദേശം അടുത്തേക്ക് ഇങ്ങനെ കരോളുടെ സൗണ്ടൊക്കെ ഇങ്ങനെ കേൾക്കുക. അപ്പോൾ വീടിൻ്റെ അടുത്തെത്തുമ്പോൾ ഭയങ്കര സൗണ്ട് കേൾക്കുമ്പോൾ വേഗം എണീക്കും. പിന്നെ വേഗം ഡോറൊക്കെ തുറന്ന് ഞങ്ങളെല്ലാവരും കൂടെ നോക്കും. പിന്നെ ആ സമയത്ത് ഇന്നത്തെ പോലെയൊന്നുമില്ല, 4-5 ആളൊന്നുമില്ല. എത്ര ആളുകളായിരിക്കും എന്ന് അറിയാം, ഒരുപാട് ആളുകളുണ്ടാവും, നിറച്ച ആളുകളുണ്ടാവും. പിന്നെ വലിയ ലൈറ്റ് ഉണ്ടാവും, എന്താ പറയുക, ബാൻഡ് ഉണ്ടാവും ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു. നല്ല ഒച്ചയും ഭയങ്കര സൗണ്ടൊക്കെ ഇട്ട് ഒരു ഭയങ്കര പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ വരും അവർ. അങ്ങനെ വന്ന് എനിക്ക് ഓർമ്മയില്ലാത്ത കാലത്ത് അച്ഛനും അമ്മയൊക്കെ എന്താ പറയുക വെള്ളവും ഇവർക്കുള്ള വെള്ളവും അവർക്ക് സ്നാക്സൊക്കെ കരുതി വെക്കുന്നുണ്ടാവും ഇത്രേ. പിന്നെ ഞാനൊക്കെ വലുതായതിനു ശേഷം അങ്ങനെയല്ല, ഇങ്ങനെ ബാൻഡ് വരും. എന്നിട്ട് ഇവർ അച്ഛനും അമ്മയൊക്കെ അറിയുന്ന ആളുകളാവും, അവിടെ ഉള്ള ആളുകളൊക്കെ അറിയണം. അങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കരകളൊക്കെ കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അവരങ്ങനെ തിരിച്ചു പോകും. പിന്നെ അതൊക്കെ തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ അന്നൊരു കേക്ക് കിട്ടുക എന്നുള്ളതാണ്. പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്ലം കേക്ക്. അത് വാങ്ങിച്ച് കഴിക്കുക, അത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ക്രിസ്മസ്. പിന്നെ ഈ ഒരു ഡിസംബർ കാലമാകുമ്പോൾ തന്നെ ഭയങ്കര ഒരു രസമല്ലേ, അത്രയൊക്കെ തന്നെയുള്ളൂ. ഇനി ഹരിയറിൻ്റെ എന്താ, ഹരിയുടെ പറയും, ഹരിയറിൻ്റെ കുട്ടിക്കാലത്ത് ഉള്ള ക്രിസ്മസ് ഓർമ്മകൾ എന്താ? എൻ്റെ ക്രിസ്മസിനെ പറ്റി പറയാച്ചാൽ അത് വളരെ രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങളാണ്. അതായത് ഈ ഡിസംബർ വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും. കാരണം എന്താ വെച്ചാൽ അന്ന് ജാതി മതം ഒന്നും പ്രശ്നമില്ലാത്ത, കാരണം എല്ലാവരും ഒരുമയോടെ ഒരുമിച്ച് കരോളിന് പോയി ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ തന്നെ എല്ലാവരും വിളിച്ച് കൂട്ടി കരോളിന് പോയി. ഏകദേശം രാവിലെ 4 മണിക്കൊക്കെ ഞങ്ങൾ തിരിച്ചു പോരുക. അപ്പോൾ ഓരോ വീടുകളിൽ കയറുമ്പോൾ അപ്പം, പിന്നെ എന്താ ബീഫ്, പിന്നെ എന്താ ഒരു കിണ്ണത്തപ്പം, അങ്ങനെ ആ അപ്പം, കള്ളപ്പം, അതൊക്കെ ഞങ്ങൾക്ക് കിട്ടും. പുറമേ ഞങ്ങൾ പിന്നെ അത് രസകരമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. അതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. മുസ്ലിംസുകാരുണ്ടാവും, ഹിന്ദു ഉണ്ടാവും, ബാക്കി ക്രിസ്ത്യൻസ് എല്ലാവരും കൂടി ഒരു ഒത്തൊരുമയോടെ ഉള്ള നല്ലൊരു കാലമായിരുന്നു. ഇന്നൊന്നും ആർക്കും തിരിച്ചു കിട്ടാത്ത ഒരു കാലം തന്നെ പറയും. കാരണം ഒരുമ എന്ന ഒരു കാര്യം പ്രധാനമാണ്, അത് അന്നുണ്ടായിരുന്നു. മൂന്ന് പൊന്നി, നിങ്ങൾ പറ, എന്താണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ്? അയ്യോ, പണ്ട് എന്ന് പറയുന്നത് കേട്ടോ, ഇപ്പം ഇങ്ങനെ ഒരുപാട് വളർന്നു. എന്താ കുട്ടി പണ്ട് ആയിക്കോട്ടെ, പണ്ട് പറഞ്ഞോളൂ. പണ്ട് ആ കാരണം അമ്മ വിടില്ല അല്ലേ, ചെറിയ കുട്ടികളല്ലേ. പിന്നെ കുറച്ച് വലുതായപ്പോ അമ്മ വിടാനും സമ്മതിച്ചു. ഞങ്ങളങ്ങനെ എല്ലാവരും
ഒരു 12-1 മണിയാകുമ്പോൾ ഞങ്ങളപ്പോൾ കരോളൊക്കെ പോയി തിരിച്ചു വരാറ്. അതെ അല്ലേ. ഈ വർഷമല്ലേ ആദ്യമായിട്ട് കരോളിന് ഇറങ്ങണം, നിങ്ങൾ സ്വയം കരോളിന് ഇറങ്ങണ അല്ലേ? ഈ വർഷത്തിൽ ആദ്യമായിട്ട് ഞാൻ കരോള് പോണതും ഓരോ വീട്ടിൽ കയറുമ്പോഴേക്കും വെള്ളം, ഉണ്ണിയപ്പം അങ്ങനെ പലതും കിട്ടും. പിന്നെ ഞാനായിരിക്കും എൻ്റെ വീട്ടുകാര്, ഫ്രണ്ട്സ് ആരെങ്കിലും സാൻഡായിട്ട് പിന്നെ കളിക്കും. ഞാനും മനുവും ഇടയ്ക്ക് പാട്ട് പാടും, പിന്നെ അശ്വിനും പാട്ട് പാടും. അങ്ങനെ അല്ലേ. പൊന്നൂസൂട്ടിക്കോ? പൊന്നൂസൂട്ടി പിന്നെ കരോളിനൊന്നും പോയിട്ടില്ലല്ലോ. എന്താണ്? രണ്ടിലൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പല പല ഷോസ് ഉണ്ടാവും, ഇങ്ങനെ വെറൈറ്റി ആയിട്ട് കുക്കിങ്ങിൻ്റെ അങ്ങനെ കുറേ. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് അമ്മ 6 മണിയാകുമ്പോൾ വിളക്ക് വയ്ക്കും. അതുപോലെ കറക്റ്റ് ഭക്തിഗാനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും കുറേ, അതിങ്ങനെ വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു 6:45 ആ ടൈമൊക്കെ കഴിയുമ്പോൾ പിന്നെ ക്രിസ്ത്യൻ സോങ് വരും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ നേരത്തെ പാടിയ ഒരു പാട്ടുണ്ടല്ലോ, നാദാ നിന്നെ കാണാന്നുള്ളത്, അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനാണെങ്കിൽ 2ാം ക്ലാസ്സിലൊക്കെ ഉള്ളൂ. ആ ടൈമിൽ ഇങ്ങനെ ടിവിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടിരിക്കും. ആ പാട്ട് വരുമ്പോൾ കറക്റ്റ് ടൈമിൽ ഇങ്ങനെ നോക്കിയിരിക്കും. നല്ല രസമാണ് അല്ലേ. അത് 2ാം ക്ലാസ്സിലെന്നല്ല, അതിന് മുമ്പ് തന്നെ ചെറിയ കുട്ടിയാകുമ്പോഴന്നെ വെച്ച് കൊടുക്കുമ്പോൾ ആ പാട്ട് കേട്ടാൽ ഓടി വരും അവള്, വന്നിട്ട് ടിവിയുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കും അവള്. അല്ല മനുമോൻ പൊന്നി, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? വിശക്കണില്ലേ? ഫുഡ് കഴിക്കണ്ടേ? ഇന്നെന്താ? ചോറ്, ചമ്മന്തി, അച്ചാറ് അതൊക്കെയാണോ? അതെല്ലേ. അപ്പം ഇന്ന് എന്തായാലും നമ്മുടെ അച്ഛ ക്രിസ്മസ് സ്പെഷ്യൽ ഡിന്നർ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടതുണ്ട്. കഴിക്കാൻ റെഡിയാണോ? ചില്ലല്ലേ? പൊളിക്കല്ലേ? ഓക്കെ. അപ്പം എന്നാ വന്നോളൂ, ഓടി വന്നോ, ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് എത്തിക്കോളൂ. അച്ഛതപ്പ ഫുഡായിട്ട് കേട്ടാ സസ്പെൻസ് മതി, വേഗം കൊണ്ടുവരും. ഞങ്ങളൊക്കെ വിശന്ന് ഇവിടെ അതാ ഫുഡ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് പുറത്തുനിന്നാണ് കേട്ടോ, പുറത്തുനിന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. എന്താണ് ഹരിയേട്ടാ ഫുഡ്? അതെല്ലേ, ബക്കറ്റ് ചിക്കൻ ബിരിയാണിയാണ്, ബക്കറ്റ് ബിരിയാണി അല്ലേ? ഓക്കെ. മക്കളെ പ്ലേറ്റ് എടുത്തിട്ട് വരൂ, എന്നാൽ വേഗം പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് വരൂ. ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരൂ. യെസ്, ഓക്കെ. താങ്ക് യു ഹരിയേട്ടാ, താങ്ക് യു. എന്തായാലും ക്രിസ്മസ് സ്പെഷ്യൽ ഡിന്നർ സെറ്റ് ചെയ്തതിന് താങ്ക്സ് അല്ലേ മക്കളെ? ഓക്കെ. അച്ഛനോടൊരു താങ്ക്സ് പറയൂ. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ ഓക്കെ. അപ്പം എന്നാൽ ഫുഡ് എടുക്കല്ലേ? ഓക്കെ. ഫുഡ് കഴിക്കാൻ റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ അതാ ഞങ്ങളുടെ ഫുഡൊക്കെ അതാ ഹരിയേട്ടൻ സെർവ് ചെയ്ത് തന്നിട്ടുണ്ട്. അറിയാലോ അല്ലേ, സ്പെഷ്യൽ ഡേയ്സ് വരുമ്പോൾ ഹരിയേട്ടനാണ് ഫുഡ് സെർവ് ചെയ്ത് തരിക. ഇതാ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ഡിന്നർ കേട്ടോ. ഹരിയേട്ടൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ ഡിന്നർ. റെഡിയല്ലേ എല്ലാവരും കഴിക്കാൻ? ഓക്കെ. എന്നതാ ഞാനിപ്പോൾ ഓടി വരാം. 2025 ക്രിസ്മസ് അങ്ങനെ അപ്പൊ എന്തായാലും ഞങ്ങള് ഫുഡ് കഴിക്കട്ടെ. എല്ലാവരും ക്രിസ്മസ് അടിച്ചു പൊളിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ. എന്തായാലും നമ്മുടെ 2025 ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയണമെന്ന് തോന്നി, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അതായത് ഇന്ന് രാവിലെ വാർത്തയിൽ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ക്രിസ്ത്യൻ പള്ളികൾ, ഉത്തരേന്ത്യയിലാണ് തോന്നുന്നു, ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കപ്പെട്ടു, അതും ക്രിസ്മസ് ദിനത്തിൽ തന്നെ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണല്ലേ, സർവശക്തൻ ഒന്നല്ലേ ഉള്ളൂ. അത് പല നിറത്തില്, ഭാവത്തില്, രൂപത്തില്, നമ്മുടെ നിറത്തിനനുസരിച്ച്, നമ്മുടെ രൂപത്തിനും ഭാവത്തിനും അനുസരിച്ച് നമ്മൾ പല നിറത്തിലും ഭാവത്തിലും രൂപത്തിലും നമ്മൾ എന്താ പറയാ പ്രാർത്ഥിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ. അപ്പൊ അതെ, ക്രിസ്തുവായാലും കൃഷ്ണനായാലും അള്ളാഹു ആയാലും എല്ലാം സർവശക്തൻ ഒന്നാണ്. അപ്പോ എന്തിനാണല്ലേ ഈ കുഞ്ഞു ഫാമിലിയിൽ നിന്ന്, ഈ HR ഫാമിലിയിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്,
ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എല്ലാവരും പരസ്പരം സ്നേഹത്തോടെ ഒരു പെരുന്നാൾ ഒരുമയോടെ, വരുമ്പോൾ അതെ ഓണം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ഓണം കൂടുന്നു. ക്രിസ്മസ് വരുമ്പോൾ നമ്മൾ എല്ലാവരും ക്രിസ്മസ് ആഘോഷിക്കുന്നു. പെരുന്നാൾ വരുമ്പോൾ എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കുന്നു. അങ്ങനെ നമ്മുടെ മതേതര ഇന്ത്യയില് നല്ല സ്നേഹത്തോടു കൂടി നമുക്ക് ഒരുമയോടെ എല്ലാവരും ഒരുമിച്ച് നല്ല രീതിയിൽ പോകുന്നത് മുന്നോട്ട് പോവുക. ഇത് HR ഫാമിലിയിലെ ഈ ഒരു കുഞ്ഞു ഫാമിലിയുടെ ചെറിയൊരു ആഗ്രഹം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ളത് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അത്രേ ഉള്ളൂ. ഇങ്ങനെ എല്ലാവരും ചിന്തിക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ് അല്ലേ? അപ്പൊ ഒന്നുകൂടി മണിമോനുവിന്റെ പാട്ടോട് കൂടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. Merry Christmas and Happy New Year. ഓക്കേ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും സമാധാനത്തിന്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വിശേഷം, നമ്മുടെ ക്രിസ്മസ് വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും HR ഫാമിലിയിൽ നിന്നും ബൈ ബൈ.